സൗദി പ്രവാസികളുടെ മഹോത്സവമാകാൻ പോകുന്ന ഹലാജിദ്ദയ്ക്ക് നാളെ തുടക്കമാകും. ജിദ്ദയിലെ റിഹൈലിക്കടുത്ത ദി ട്രാക്ക് ആണ് ഹലാജിദ്ദ കാർണിവലിന്റെ വേദി. 100ഓളം കലാകാരന്മാരും 100ലേറെ പരിപാടികളുമായി വൈവിധ്യമാർന്ന ദൃശ്യശ്രാവ്യ വിരുത്ത് ഹലാജിദ്ദ പ്രവാസികൾക്ക് സമ്മാനിക്കും. സൗദി മന്ത്രാലയത്തിലെ ഉന്നതരും ഇന്ത്യൻ കോൺസുൽ ജനറലും പരിപാടിയിലെത്തും. ജിദ്ദയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നു. സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവലിനാണ് നാളെ ഉച്ചയ്ക്ക് തുടക്കമാകുന്നത്. സൗദിയിൽ നടക്കുന്ന ജിദ്ദയിൽ നടക്കുന്ന ഹലാജിദ്ദയുടെ പ്രധാനപ്പെട്ട നഗരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് പിറകിൽ കാണാം, നമ്മുടെ നഗരിയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റേജിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇന്ന് രാത്രിയോടുകൂടി ടെസ്റ്റിംഗ് എല്ലാം പൂർത്തിയാക്കി നമ്മൾ നാളത്തേക്കുള്ള പരിപാടിക്കുള്ള സജ്ജീകരണത്തോടുകൂടി കാത്തിരിക്കും. നഗരിയുടെ പ്രധാന ഭാഗങ്ങളിൽ തന്നെ അന്തിമഘട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഭാഗത്ത് കാണാം, ഇതാണ് നഗരിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അവിടെ നിന്നാണ് നമ്മുടെ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുക. ഇവിടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ ഒരേ സമയം തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഈ കാർണിവലിന്റെ പ്രത്യേകത. പ്രത്യേകിച്ചും കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കുമെല്ലാം ഒരേ സമയം വ്യത്യസ്തമായ ഇടങ്ങളിൽ അവരുടെ സ്പേസിനകത്ത് ആഘോഷിക്കുവാനും ഒപ്പം തന്നെ അറിവും വിജ്ഞാനവും എല്ലാം നേടുവാനുമുള്ള അവസരങ്ങൾ ഹലാജിദ്ദക്കകത്ത് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കയറി വരുന്ന ഭാഗത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട കെട്ടിടത്തിൽ ഈ സൗദിക്കകത്തുള്ള നിക്ഷേപകരും ഒപ്പം തന്നെ സൗദിയിലേക്ക് നിക്ഷേപം ആഗ്രഹിക്കുന്നവരും നിലവിൽ ഇന്ത്യയിൽ നിക്ഷേപകരായി സൗദിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുമായ ആളുകളുടെ നെറ്റ്വർക്കിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ് കണക്ട് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതിലൊരു പക്ഷേ സൗദിയിലെയും ഇന്ത്യയിലും പ്രധാനപ്പെട്ട ബ്രാൻഡുകളെല്ലാം തന്നെ പങ്കെടുക്കും. അത് കഴിഞ്ഞാൽ ആളുകൾ എത്തുക നമ്മുടെ പിറകിൽ കാണുന്ന ടെന്റുകൾ ഉൾപ്പെടുന്ന ഭാഗത്താണ്. അവിടെയായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു ചെറിയ സ്റ്റേജ് ഉണ്ടാവുക. അവിടെ പ്രധാനമായിട്ടും കുട്ടികൾക്കായിട്ടാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അവിടെ എത്തുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ആക്ടിവിറ്റികളിലും പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. നേരത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഏതാനും ഇനങ്ങളിലുള്ള മത്സരങ്ങളും ആ ഭാഗത്ത് നടക്കും. പ്രത്യേകിച്ച് ചിത്രരചന പോലെയുള്ള മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ കുട്ടികൾ തമ്മിലുള്ള ചെറിയ ചെറിയ മത്സരങ്ങൾ, തത്സമയ മത്സരങ്ങൾ, അതിനെല്ലാം സമ്മാനങ്ങളെല്ലാം തന്നെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാർത്ത വായിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് മീഡിയ വൺ മുമ്പ് തുടക്കം കുറിച്ച യു ആർ ഓൺ എയറിന്റെ പ്രത്യേക ബൂത്തും ആ ഭാഗത്തുണ്ടാകും. അവിടെ വെച്ച് കുട്ടികൾക്ക് ലൈവായി TV വാർത്ത വായിക്കുവാനുള്ള അവസരമുണ്ടാകും. അത് ഉച്ച മുതൽ അർദ്ധരാത്രി വരെയുള്ള സമയത്ത് അതവിടെ ആ ബൂത്ത് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതോടൊപ്പം വൈവിധ്യമാർന്ന പരിപാടികൾ ഒരേ സമയം തന്നെ കുട്ടികൾക്കായി ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ നമ്മൾ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് സീറ്റിംഗ് ഏരിയ ആയിട്ട് വരുന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് ഒരേ സമയം ഷൂട്ടൗട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്, വടംവലി മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്തായിരിക്കും ഈ മത്സരങ്ങളെല്ലാം നടക്കുക. ജിദ്ദയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഡിസംബർ ആണ്. അതുകൊണ്ട് തന്നെ ചൂടിൽ നിന്നും വിട്ട് നേരിയ തണുപ്പിലേക്ക് എത്തിയ ഒരു അന്തരീക്ഷമാണ് ജിദ്ദയിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല മികച്ച ഒരു കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലുമായിരിക്കും പ്രവാസികളായ ആളുകൾ ഈ കാർണിവലിനെ ഏറ്റുവാങ്ങുക. ഇവിടെ വെച്ച് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ കോച്ചായ ഇവാൻ വുക്കുമനോവിച്ച് നേതൃത്വം നൽകുന്ന പ്രത്യേക പരിപാടിയുണ്ട്. അത് ഷൂട്ടൗട്ട് മത്സരമാണ്. ജിദ്ദയിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ അതിൽ ഏറ്റുമുട്ടും. വടംവലി മത്സരത്തിലും ഈ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ ഏറ്റുമുട്ടും. ഇത് ആ ഭാഗത്താണ് ഒന്നാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞ് നമ്മുടെ ആളുകൾ നേരെ കയറി വരുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ബിൽഡിങ്ങോട് ചേർന്നുള്ള രണ്ടാമത്തെ സ്റ്റേജാണ്. ആ സ്റ്റേജിനരികിൽ നടക്കുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മത്സര ഇനങ്ങളാണ്. പ്രത്യേകിച്ച് പാചക മത്സരം, മെഹന്തി ഡിസൈനിങ് പോലെയുള്ള മത്സരങ്ങൾ, ഇത്തരത്തിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവർക്ക് താല്പര്യമുള്ള മേഖലയിലെ പരിപാടികൾ നടക്കും. പുരുഷന്മാർക്കും പാചക മത്സരമുണ്ട്. ഇതിലെല്ലാം നേരത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്കാണ് അവസരം. ബാക്കിയുള്ളവർക്ക് അത് കാണുവാനും അവിടെ തങ്ങുവാനുമുള്ള അവസരം ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രമുഖരായ ഷെഫുമാർ, പ്രത്യേകിച്ച് ഷെഫ് പിള്ള ഉൾപ്പെടെയുള്ള ലീഡിംഗ് ആയി നിൽക്കുന്ന ജഡ്ജിമാരായിരിക്കും ഇതിലുള്ള ജഡ്ജ്മെന്റ് അന്തിമമായി നടത്തുക. അവരുമായി സംവദിക്കുവാനുള്ള ഒരു അവസരവും ആ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ നമുക്ക് ഈ ഭാഗത്ത് കാണാം. ഇവിടെയും ഒരു ചെറിയ സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നടക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അതോടൊപ്പം തന്നെ പുരുഷന്മാരുടെയും എല്ലാം പാട്ട് മത്സരമാണ്. അതോടൊപ്പം ഈ 3 സ്റ്റേജുകളിലും പല സമയങ്ങളിലായി വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ, ഒപ്പം തന്നെ കലാപ്രകടനങ്ങൾ, അതോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള നൃത്യങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തും. അത് കേരളത്തിലെയും ഒപ്പം തന്നെ നമ്മുടെ തനത് കലാരൂപങ്ങളായിരിക്കും അതിലെത്തുക. അതിൽ മാപ്പിളപ്പാട്ട് മുതൽ നാടോടി നൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ഒരേ സമയം ഇവിടെ നടക്കും. നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ട് യുവജനോത്സവത്തിന് സമാനമായ ഒരു അന്തരീക്ഷം ഇതിനകത്ത് സൃഷ്ടിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ പൂരങ്ങളിലും ഉത്സവപ്പറമ്പുകളിലും എത്തിയ ഒരു പ്രതീതിയായിരിക്കും പ്രവാസികൾക്ക് ഹലാജിദ്ദയിലെ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം സമ്മാനിക്കുക. ഈ ഭാഗത്ത് നമ്മുടെ നാടൻ രുചികൾ ഒരുക്കുന്ന ഫുഡ് സ്റ്റാളുകളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം
അന്തിമഘട്ടത്തിലാണ് നിലവിലുള്ളത്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇവന്റ് ആരംഭിക്കുന്നത്. ആ ഇവന്റിനായി ഒരുക്കുന്നതാണ് നമ്മുടെ പിറകിലുള്ള ഈ കാണുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. 4 ബാൻഡുകളാണ് മീഡിയ വണ്ണിന്റെ ഹലാ ജിദ്ദ കാർണിവലിനകത്ത് എത്തുന്നത്. അതിൽ നാളെ 2 പ്രധാനപ്പെട്ട ബാൻഡുകൾ വരുന്നത്. ഒന്ന് തമിഴിലെ ഏറ്റവും ഹിറ്റും ട്രെൻഡിങ്ങുമായി നിൽക്കുന്ന പ്രദീപ് കുമാറിന്റെ ലൈവ് ഷോയാണ്. അത് കൃത്യം 7 മണിയോട് കൂടി തന്നെ ആരംഭിക്കും. അത് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അതിനുശേഷം മാപ്പിളപ്പാട്ടിന്റെ നിരവധി പ്രതിഭകൾ നിരന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള നിലവിലെ പാട്ടുകാർ ഉൾപ്പെടുന്ന 10ഓളം പാട്ടുകാർ അണിനിരക്കുന്ന 14ാം രാവാണ്. അതും അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. ഇങ്ങനെ 2 ബാൻഡാണ് നാളെ ഉള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മീഡിയ വൺ ഡിക്ലെയർ ചെയ്ത ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങളിലെ ജേതാക്കളെയും ഈ വേദിയിൽ വെച്ച് സൗദിയിലെ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് അവരെ പ്രത്യേകമായി ആദരിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലെ നയതന്ത്ര കാര്യാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ ഇതിൽ സംബന്ധിക്കുകയും ചെയ്യും. അതോടുകൂടിയായിരിക്കും വൈകുന്നേരത്തെ പരിപാടികൾ ആരംഭിക്കും. അത് അർദ്ധരാത്രി വരെ നീളും. ഇത് അവസാനിച്ച ശേഷം നാളെയും സമാന രീതിയിൽ തന്നെ ഉച്ചക്ക് 2 മണി മുതൽ ശനിയാഴ്ചയും ഉച്ചക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സമാനമായ രീതിയിലുണ്ട്. അതായത് 2 ദിവസവും ഏതാണ്ട് 12 മണിക്കൂർ വീതം 24 മണിക്കൂർ നീളുന്ന ആഘോഷ പരിപാടികളും വിനോദ വിജ്ഞാന വേദികളുമാണ് മീഡിയ വൺ ഇത്തവണ ഹലാ ജിദ്ദയുടെ ആദ്യ എഡിഷനിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി സമൂഹം. നാളെ രാവിലെ മുതൽ ഇതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളുമായി നമ്മൾ വീണ്ടും ചേരുന്നതായിരിക്കും.